വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അഴുമ മിസ്സാണേ. അപ്പൊ മക്കളെ, നമ്മുടെ ഓണപരീക്ഷ അടുത്തെത്തിയിട്ടുണ്ടല്ലേ. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങണ്ടേ. പലപ്പോഴും നമ്മുടെ ജന്തുലോകത്തെ എന്നുള്ള ചാപ്റ്റർ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളോട് കുറച്ചധികം കുഴപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ജന്തുക്കൾ അവരുടെ ആഹാരം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. ഇനി കുറച്ചും കൂടെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, ഓരോ ജീവിക്കും അവരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാവുമല്ലോ. അതെന്തൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് എന്നുള്ളത് ടീച്ചർ ഇപ്പൊ ഒന്ന് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇപ്പൊ ഒരു ജീവി അതിന്റെ ഫുഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ആ ഒരു ജീവി ഉദാഹരണമായിട്ട് പറയാം. ഇപ്പൊ നമ്മളൊരു കടുവ എടുത്തു കഴിഞ്ഞാൽ ആ കടുവ കഴിക്കാൻ വേണ്ടി പോകുന്ന സാധനം എന്ന് പറയുന്നത് ഇറച്ചിയാണ് അല്ലെ. അപ്പൊ അതിപ്പോ മാനിന്റെ ഇറച്ചിയാവാം, അല്ലെങ്കിൽ അല്ലെ മുയലിന്റെ ഇറച്ചിയാവാം, ഇനി അതൊന്നും അല്ലെങ്കിൽ അല്ലെ കാട്ടുപോത്തിന്റെ ഇറച്ചിയാവാം. എന്തിന്റെ ഇറച്ചി വേണമെങ്കിലും എന്ത് ചെയ്യും, കടുവ കഴിക്കും. അപ്പൊ ഇറച്ചി കഴിക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറച്ചി കഴിക്കാൻ അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ എന്തിനു വേണം, ഈ കടുവയ്ക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ സിംഹത്തിന് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇറച്ചി വെറുതെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്ന പോലെ ഈ സിംഹത്തിന് കിട്ടുമോ? ഇല്ല. അതിനത് എന്ത് ചെയ്യണം, വേട്ടയാടണം അല്ലെ. അപ്പൊ വേട്ടയാടാൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ കടുവയ്ക്കോ സിംഹത്തിനോ ഒക്കെ എന്ത് ചെയ്യണം, ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്ക്, മാംസാഹാരികൾക്ക് കൂർത്ത നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നു. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്, പക്ഷെ അതൊരു ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതുമെന്നാണ് ഇപ്പൊ പറഞ്ഞു തന്നത്. നോക്കിക്കേ, കൂർത്ത മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് അത് ഇരയെ കടിച്ചു കീറുന്നു. അപ്പൊ നന്നായിട്ട് ഇരയെ ചേസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെ, അതിന് ബലിഷ്ഠമായിട്ടുള്ള കാലുകൾ ഉണ്ടാവണം, സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റണം. അതോടൊപ്പം തന്നെ ഇരയെ ആക്രമിക്കുന്ന സമയത്ത് ഇരയുടെ മേലെ ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ട് അല്ലെ, അതിനെന്ത് ചെയ്യണം, നല്ല കൂർത്ത നഖങ്ങൾ ഉണ്ടാവണം. അതിനെ പിടിച്ച് കടിച്ച് കൊല്ലണം എന്നുണ്ടെങ്കിൽ അല്ലെ, കൂർത്ത പല്ലുകളും ഉണ്ടായിരിക്കണം. ഇത് ജീവികൾക്ക് മാത്രം എന്ന് പറയുമ്പോൾ അല്ലെ, നിങ്ങളതിൽ പക്ഷികളെയും കൂടെ കൺസിഡർ ചെയ്യണം. മാംസാഹാരം കഴിക്കുന്ന പക്ഷികളും ഉണ്ട്. ആരാണ്? കഴുകനുണ്ട് അല്ലെ. കഴുകനെ നോക്കിക്കേ നിങ്ങളെ, കഴുകന്റെ പറക്കുന്ന സമയത്ത് അല്ലെ, അതിന്റെ നഖങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാ നോക്കിക്കേ, അതെന്തിനാണ്? മാംസാഹാരിയാണ് അല്ലെ. കൊക്ക് നോക്കിക്കേ, വളരെ ഷാർപ്പായിട്ടുള്ള കൊക്കുകളായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല, ഈ കഴുകനൊക്കെ അല്ലെ നല്ലോണം ഭാരം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, അതിങ്ങനെ പറന്ന് പറന്ന് വന്ന് താഴത്തുള്ള ഒരു മുയലിനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറന്നു പോകും. കാരണം അത്രയും വെയിറ്റ് എന്ത് ചെയ്യണം, പറക്കുന്ന സമയത്ത് അതിനെ പിടിച്ചു വെക്കാൻ പറ്റണം. അപ്പൊ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും ആർക്കുണ്ടാവുക, ഈ കഴുകനൊക്കെ ഉണ്ടാവുക. അപ്പൊ അതതിന്റെ അനുകൂലനങ്ങളാണ്. മനസ്സിലായോ ടീച്ചർ പറഞ്ഞത്? യെസ്. അപ്പോൾ നമ്മുടെ ജീവികൾക്കൊക്കെ എന്തുണ്ട്, അവരെന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അത് കഴിക്കാനും അവയെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള അനുകൂലകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെ നമ്മൾ 4ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഓരോ പേരൊക്കെ ഇട്ട് വിളിക്കുക, അനുകൂലനങ്ങളെന്നും അഡാപ്റ്റേഷൻസ് എന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വേർഡ് ഇല്ലാതെ ജസ്റ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ പരീക്ഷ അടിപൊളിയായിട്ട് എഴുതാം. ഓൾ ദി വെരി ബെസ്റ്റ്.